നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സന്നിഹിതരായിരിക്കുന്ന MGM സുവിശേഷ സംഘത്തിന്റെ അംഗങ്ങളെ, പ്രത്യേക ഈ സമ്മേളനത്തിന് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളെ, വാത്സല്യ അഭിമുഖികളായ കുഞ്ഞുങ്ങളെ, ഉദ്ഘാടന പ്രസംഗം ഏറെ നീണ്ടുപോകുന്നത് ഉചിതമല്ലായിരിക്കും എന്നൊരു വിചാരമുണ്ട്. പക്ഷേ ചില കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒന്ന് സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ബഹുമാനപ്പെട്ട ജേക്കബച്ചൻ, ഷിജു അച്ഛൻ ഇതിന്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു. അത് തന്നെ ഒന്ന് വിപുലപ്പെടുത്തി ചില കാര്യങ്ങൾ കൂടെ പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ സംഘടന സ്ഥാപിക്കുന്നത് 1904-ലാണ്. 1902-ലാണ് പരിശുദ്ധ പരിമള തിരുമേനി കാലം ചെയ്യുന്നത്. പരിമള തിരുമേനി കാലം ചെയ്ത് 2 വർഷം കഴിയുമ്പോഴാണ് ഈ MGM സുവിശേഷം ഇവിടെ ആരംഭിക്കുന്നത്. 1909-ലാണ് പുലിക്കോട്ടിൽ 2ാമത്തെ തിരുമേനി കാലം ചെയ്തത്. ഈ 1904 എന്ന് പറയുന്നത് ആർത്താറ്റ് കുന്നംകുളം മഹാ ഇടവക മാർത്തോമ സഭയുമായി വ്യവഹാരത്തിൽ തോറ്റു കിടക്കുന്ന സന്ദർഭമാണ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ കേട്ട് കാണും റോയൽ കോർട്ട് വിധി, റോയൽ കോർട്ട് വിധി, റോയൽ കോർട്ട് വിധി എന്ന്. അത് പൂർണ്ണമായി വായിച്ചറിഞ്ഞിട്ടുള്ള ആരും ഉണ്ടാക്കില്ല. ആ വിധി അതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, മലങ്കര സഭയിലെ എല്ലാ പള്ളികളും മാർത്തോമ സഭയുടെ കീഴിലാണെന്നുള്ളത് പൊതുവിധി ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാലക്കുന്നത്തെ മാത്യൂസ്മാർ അത്താനാശിയോ തിരുമേനി അന്ത്യോക്യയിൽ പോയി പട്ടമേറ്റ സർമാനുള്ള സർക്കാരിന്റെ അംഗീകാരമുള്ള ഔദ്യോഗിക ഒരു തിരുമേനിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളെ അതിജീവിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അന്നത്തെ ആ തീരുമാനത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് 1876 മുളന്തുരുത്തി സുനോസ് വെച്ചാണ്. പരിശുദ്ധ പത്രോസ് പാത്രികേയർക്ക് ഭാഗമായി വിളിച്ചു കൊണ്ടുവന്ന മുളന്തുരുത്തി സുനോസ് കൂടി നമ്മൾ അന്ത്യോക്യ സഭയുമായിട്ടൊന്ന് തിരികിച്ചേർന്നു. പക്ഷേ കേസുകളൊക്കെ മാർത്തോമ സഭയ്ക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നു. രഹസ്യ പേടകം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഈ ഇടവഴിക്കൽ ദിലീപ് എഴുതിയത്. എൻ്റെ കോപ്പി ചിലരുടെ കയ്യിലൊക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ. അതിൽ ഈ ആർത്താറ്റപ്പള്ളി കേസിനെ കുറിച്ച് വളരെ സവിസ്തരം സംസാരിക്കുന്നു. ആർത്താറ്റപ്പള്ളി ആ സമയത്ത് നമുക്ക് വീതമില്ല. വീതമുള്ള അച്ഛന്മാരെ മിഷണറി പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ 1904 ഇവിടെ MGM സംഘടന ആരംഭിക്കുവാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ദേവാലയങ്ങളെല്ലാം പൂട്ടിക്കിടന്നാലും ഇവിടുത്തെ ജനങ്ങളെ പിടിച്ചു നിർത്താൻ ഒരു വേദി വേണം. കുർബാന വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു സംഘടന സ്ഥാപിച്ചുകൊണ്ട് പിടിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ ജനമുണ്ടാവുള്ളൂ. ജനമോ ഇതായിരിക്കണം പുലിക്കോട്ട് തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്നാണ് എൻ്റെ വിചാരം. പിന്നീട് തിരുമേനി കേസ് ജയിക്കുന്നു. ആർത്താറ്റപ്പള്ളിയെ കുറിച്ചുള്ള കേസിനെ കുറിച്ച് വളരെ രസകരമാണ്. അതിലെ ഈ സുപ്രീം കോടതി എന്ന് പറയുന്ന കോടതിയുടെ പേരാണ് നമ്മൾ റോയൽ കോർട്ട് എന്ന് പറയുന്നത്. രാജാവാണ് അത് അവസാനം വിധി പറയുന്നത്. അതിന് മുൻപുള്ള 2 കോടതികളിലും നമ്മൾ തോൽക്കുകയാണ് ചെയ്തത്. തോൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ജഡ്ജിമാരെല്ലാം സായിമാരാണ്. സായിമാര് ജഡ്ജ്മെന്റ് വിധി പറഞ്ഞാൽ അത് മിഷണറിമാർക്ക് അനുകൂലമായിട്ടേ പറയാറുള്ളൂ. അപ്പോൾ ഇടവഴിക്കൽ ദിലീപ് പറഞ്ഞു, ആർത്താറ്റപ്പള്ളി കേസ് നടത്തുന്നത് സാധാരണ വക്കീലന്മാരായിരിക്കരുത്, ഒന്നിനും സാഹിത്യത്തിന്റെ വക്കീലായിരിക്കണം, അല്ലെങ്കിൽ വേറെ അതിപ്രഗത്ഭന്മാരായിരിക്കണം. പക്ഷെ നമ്മൾ അന്നും ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു നിലപാടായതുകൊണ്ട് ഈ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് 2 കോടതികളിൽ നമ്മളങ്ങ് സുഖമായി തോൽവി ജയിക്കുവാൻ.
അവസാനം മദ്രാസിൽ നിന്ന് ഒരു പട്ടര്, ഒരു ഹൈന്ദവ വളരെ പ്രമുഖ ഗംഭീരനായ ഒരു പട്ടരെ ഇടവഴിക്കൽ ഈയം തിരിച്ച് മുഖാഗ്രമായിട്ട് ആസ്ഥാനപ്പടി കേസ് വാങ്ങിക്കാൻ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ കേസ് പൂർണ്ണമായും വക്കീലിനെ പഠിപ്പിച്ചത് ഈയം തിരിപ്പാണ്. അദ്ദേഹം ഫീസ് പറഞ്ഞു 7500 രൂപ ഈ കേസിന് വേണ്ടി കോടതിയിൽ ഹാജരായി സംസാരിക്കാൻ അദ്ദേഹം ഫീസ് പറഞ്ഞു. മദ്രാസിൽ നിന്ന് എറണാകുളം വരെയുള്ള തീവണ്ടിക്ക് 1ാം ക്ലാസ്സിലുള്ള ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് വേണം. മാത്രമല്ല ഓരോ ദിവസവും കോടതിയിൽ ഹാജരാകുമ്പോൾ 250 രൂപ ബെത്തയും വേണം. ഇത്രയും ഫീസാണ് പറഞ്ഞത്. അന്ന് 7500 രൂപയോ ഒരു ദിവസം 250 രൂപയൊന്നും കൊടുക്കാനില്ല. അത്രമാത്രം ഇതാണ്. തിരുമേനി അന്ന് ധരിച്ചിരുന്ന സ്വർണ്ണമാലയും ഇതുപോലുള്ള ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത കുറിച്ചാണ്. ഇത് പണയം വെച്ച 1000 രൂപ വിൽക്കുകയാണ്. പക്ഷെ തിരുമേനി ഉപയോഗിച്ചിരുന്ന കുരിശ്, മാല ഇതൊക്കെ ഉണ്ടികയ്ക്ക് വെച്ച് തിരുമേനി ആസ്ഥാനപ്പടി കേസ് നടത്തി. ആ കേസ് നടത്തി കേസ് ജയിച്ചു. 1905 വിധി പറഞ്ഞു. 1905 ആസ്ഥാനപ്പള്ളിയുടെ റോയൽ കോടതി വിധി പറഞ്ഞു. അത് നമുക്ക് അനുകൂലമായി പോയി. അപ്പോൾ എന്റെ കണക്ക് കൂട്ടൽ 1904 ഈ സംഘടന സ്ഥാപിക്കുന്നതിന്റെ ഒരു പുറത്തു പറയാത്തൊരു ഉദ്ദേശം കാണും. അത് മറ്റൊന്നും ആയിരിക്കുകയല്ല, ഇവിടെയുള്ള വിശ്വാസികൾ പുലിക്കോട്ട് തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ആശയങ്ങൾക്ക് വേണ്ടി സഭയുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മിഷണറിമാർ വന്ന് മരിച്ചവർക്ക് പ്രാർത്ഥിക്കേണ്ടതില്ല, പരിശുദ്ധ കുർബാന കാര്യമില്ല, കൂതാശകൾ ആവശ്യമില്ല, മധ്യസ്ഥന്മാർ പരിശുദ്ധ പരിമല തിരുമേനിയോ അങ്ങനെയുള്ള പരിശുദ്ധന്മാരുടെ ആവശ്യമില്ല, മാതാവിന്റെ ആവശ്യമില്ല എന്ന ഉപദേശങ്ങൾ ശക്തമായി ഇവിടെ പഠിപ്പിക്കുമ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിക്കുവാൻ തക്കവണ്ണം പുലിക്കോട്ട് തിരുമേനി സ്ഥാപിച്ച ഒരു വലിയ സംഘടനയായിരിക്കും ഇത്. ഇത് തിരുമേനിക്കും പറയാനൊക്കുന്നു. പക്ഷേ അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതായിരിക്കണം MGM സംഘടന ഇവിടെ സ്ഥാപിക്കാനുണ്ടായ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മൾ കേസെല്ലാം ജയിച്ചു മുമ്പോട്ട് പോയി. പിന്നെ ആർത്താതി കുന്നംകുളം മഹായിടവക എന്ന് പറഞ്ഞാൽ അന്നൊരു ഏകദേശം 10-25 പള്ളികൾ ഒറ്റ യൂണിറ്റ് ആയിരുന്നു. ഷൊർണൂർ പള്ളിയും അതുപോലെ വടക്കാഞ്ചേരി പള്ളിയും അയ്യമ്പള്ളി പള്ളിയും ഒക്കെ ഈ ആർത്താതി കുന്നംകുളം മഹായിടവക ഭാഗമായിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള വിശ്വാസികളെ അവരുടെ ആത്യന്തികമായ വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധന്മാർക്കെതിരായും മരിച്ചുപോയവർക്കെതിരായും കൂതാശകൾക്കെതിരായും കുർബാനയ്ക്കെതിരായുമുള്ള വിശ്വാസ സത്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം കൃത്യമായി ഇവിടുത്തെ ആളുകൾക്ക് വിശ്വാസികൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാകണം. പള്ളിയിലെങ്കിലും എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? അതുകൊണ്ടാണ് ഇവിടെ സൺഡേ സ്കൂളും ലിറ്റററിയും സ്പോർട്സും ഇതിനൊരുപാട് ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമാണ്. ഇതിന്റെ ഭരണഘടന നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. അതായത് മുമ്പോട്ടും മേളം പുറകോട്ടും മേളുന്നത് നമ്മുടെ ചില വണ്ടിച്ചക്രം ചെറിയ താഴുകയാണ്. അങ്ങനെ ഒരു കാരണം ഇത് ഭരണഘടനയിൽ ചില പോരായ്മകളുണ്ട്. ഞാനിതിന് മിന്നാനൊക്കെ അവർ വേണ്ടി സംസാരിച്ചു. ആർത്താതി കുന്നംകുളം മഹായിടവകയുടെ അംഗങ്ങൾക്ക് മാത്രമേ ഇത് അംഗമാകാൻ പാടുള്ളൂ. ഇപ്പൊ ആകെ 160 വീടേ ഉള്ളൂ. 160 വീടുകളുമായിട്ട് പണ്ട് അംഗമായിട്ടുള്ളവർക്ക് ആകാം. അന്ന് പുത്തമ്പൽ, അന്ന് അടുപ്പുട്ടി പള്ളിയും ഓട്ടുപാറ പള്ളിയും ഷൊർണൂർ പള്ളി ഇങ്ങനെയൊക്കെ ഇതിലെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് തമ്പിക്കിരിക്കുന്നുണ്ട്. തമ്പിക്ക് വായിച്ച് മനസ്സിലായിരുന്നെങ്കിൽ സംശയമുണ്ട്. അന്നത്തെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ആർക്കാതി കുന്നം മഹായിടവകയുടെ ആളുകൾക്ക് മാത്രമല്ല അവിടെയുള്ളൊരു അച്ഛനെ ഇവിടുത്തെ പ്രസിഡന്റാകാറുള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ ആ രണ്ടച്ഛനുണ്ട്. ഒരു തോലത്തെ ഇപ്പോഴത്തെ ആർക്കാതി കുന്നം മഹായിടവകയുടെ രണ്ടച്ഛനുണ്ട്. പക്ഷെ അവർക്ക് MGM-ആയിട്ട് എന്താ ബന്ധമുള്ളത്? അവരെ അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടിൽ വേറെ. ഇപ്പൊ ഞാനത് പറഞ്ഞു ഇവരുടെ ഭരണഘടന ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പഴയ ഈ ആർക്കാതി കുന്നം മഹായിടവകയുടെ ആളുകൾക്ക് മാത്രം എന്നുള്ള വാക്കൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി ഈ മേഖലയിലുള്ള ഏതാനും പള്ളികളുടെ പേരുകൾ പറഞ്ഞ് അവിടെയുള്ള വൈദികരിൽ ആരെയെങ്കിലും ഈ സ്ഥാനത്ത് തീരുമാനിക്കാനുള്ള അവകാശം നൽകി ഇവിടെ മാത്രമല്ല അന്നത്തെ ലിസ്റ്റിലെ ഒത്തിരി പേര് അവസാനിച്ചു. അതുമല്ല
മരിച്ചുപോയി. ഇപ്പൊ ആ ലിസ്റ്റ് വെച്ച് യോഗം നടത്തിയ ഒന്നുമില്ല. ഇതിനെ 1-2 സ്കൂൾസൊക്കെ ഉണ്ട്. മരത്തങ്കോട് 2 സ്കൂൾസുണ്ട്, ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതിപ്പോഴ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഇപ്പൊ ആകെ നടക്കുന്നത് ഈ സൂചന പ്രവർത്തനം മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചെളിയിൽ താണ് കിടക്കുന്ന വണ്ടിച്ചക്രം പോലെ ഇത് മുമ്പോട്ടും പോകാൻ മേല പുറകോട്ടും പോകാൻ മേല. പക്ഷെ ഇത് ഇതിനാകെ ഉള്ളത് ആർക്കാട് കുന്നംകുളം ഇടവക ഭരിക്കുന്ന മെത്രാപ്പൊലീത്തായ്ക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇടപെടാനുള്ള ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് മാത്രം ഉപയോഗിച്ച് ഇതിൽ ഇടപെട്ട് രക്ഷാധികാരിയാണ് മെത്രാപ്പൊലീത്ത. അതിങ്ങനെ പള്ളിയുടെ പേരിലാണ് അത് പറഞ്ഞിരുന്നത്. പള്ളി ഭരിക്കുന്നത് മെത്രാപ്പൊലീത്താണ്. ആ ഒരു ക്ലോസ് വെച്ച് ഇതിൽ ഇടപെട്ട് ഇതിന്റെ ഭരണഘടനയ്ക്ക് അല്പം ചില ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് ഇത് ഒന്ന് നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള വിധത്തിൽ ഒന്ന് വ്യത്യാസപ്പെടുത്തി, അതിനെല്ലാവർക്കും സമ്മതം, ആരെങ്കിലും കുറ്റമൊന്നുമല്ല, ഒന്ന് വ്യത്യാസപ്പെടുത്തി ഇത് കൊണ്ടുപോകുന്ന നല്ലതാണ്. ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് MGM അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് ഇടവകകളിൽ നടക്കേണ്ടിയിരുന്ന ഈ ആത്മീയ പോഷക സംഘടനകളെല്ലാം പാലിലേക്ക്. കാരണം സൺഡേ സ്കൂൾ ഇവിടെ നടക്കുന്നുണ്ട്, പ്രാർത്ഥന യോഗം നടക്കുന്നുണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇടവകകളിലെ കാര്യമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഡീമെറിറ്റ്. പക്ഷെ ഇപ്പോഴും ഈ ആൾക്കാർക്ക് മഹായിടവക എന്ന് പറയുന്ന സങ്കല്പം വളരെയധികം ശുഷ്കമായതുകൊണ്ട് ഇന്ന് ഓരോ ഇടവകകളിലും ഈ വക വിഷയങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനാ യോഗവും ഒക്കെ ഉണ്ട്, കുന്നംകുളം മേഖല മാത്രമില്ല. അപ്പൊ ഇതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില വ്യതിയാനങ്ങൾ വരുത്തി ഇന്നിപ്പോഴ് ആൾക്കാർ കുന്നംകുളം മഹായിടവക എന്ന് പറഞ്ഞാൽ 2 വണ്ടിയേ ഉള്ളൂ. അതായത് പഴയ വണ്ടിയുണ്ട്, 6-4 വണ്ടിയുണ്ട്. ഒരിടത്ത് 160 വീട്ടുകാരുണ്ട്, ഒരിടത്ത് 10-300 വീട്ടുകാരുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ MGFന്റെ പ്രവർത്തനം ചുരുങ്ങിക്കൂടാ. ഇത് 1904 ഇത് ആവശ്യമായിരുന്നു. അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നാം കേസും തോറ്റ് തുന്നമ്പാടി അവസാനം നമ്മൾ ചിലപ്പോൾ പള്ളിയെ ഒന്നുകൂടെ കാണുകയല്ല. അത്തോമ കസ്റ്റഡിയിൽ ഇതാകുമായിരുന്നേനെ ഈ റോയൽ കോടതി വിധിയിലെ അന്ത്യോക്യ പാത്രീസിന് ഒരു വലിയ അംഗീകാരം അതിന് നൽകിയത് കൊണ്ടാണ് പിന്നീട് ഈ പള്ളികളൊന്നും മാർത്തോമ സഭയിലേക്ക് പോകാതിരുന്നത് എന്നും കൂടെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്നു. അതൊക്കെ പോകട്ടെ, അതൊക്കെ അതിന്റെ നിയമപരവും ചരിത്രപരവുമായ ചില പശ്ചാത്തലം ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ MGM സുവിശേഷ സംഘം മുഖാന്തരമായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം പിടിച്ചു നിർത്താൻ തക്കവണ്ണം അന്നത്തെ പൂർവികരും അന്നത്തെ പിതാക്കന്മാരും പ്രത്യേകിച്ച് പിടിക്കോട്ട് തിരുമേനിയൊക്കെ ഈ കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തീരുമാനങ്ങളുടെ അനന്തരഫലമാണ് ഈ സുവിശേഷം. ഇതുപോലെ തന്നെയാണ് 1930-കളിൽ നമ്മുടെ സഭയിലെ 3-4 മെത്രാപ്പൊലീത്തന്മാരെ റോമാ സഭയിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ ബെഥനി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ സഭയിൽ ഉണ്ടായത് ആ പശ്ചാത്തലത്തിലാണ്. അതായത് മാർ ഈവാനിയോസും അതുപോലെ തന്നെ ഒരു തിയോഫിലോസ് തിരുമേനിയും പിന്നെ 1-2 റഹ്മാന്മാരും ഒക്കെ നേരെ വീട്ടിലേക്ക് പോയി, റോമാ പാപ്പായുടെ വീട്ടിലോട്ട് പോയി. ആ സമയത്ത് പള്ളികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വട്ടശ്ശേരി തിരുമേനിയുടെ ഒത്താശയോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ബെഥനി ആശ്രമം. അവർ കുറെ പള്ളികളൊക്കെ വെച്ചു. പിന്നെ ആ പള്ളികളെല്ലാം ഭദ്രാശ്രമത്തിൽ വിട്ടുകൊടുത്തു. ഇപ്പോഴ് ആശ്രമം ചില ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞത്. സഭയുടെ പശ്ചാത്തലം അടിവേരി നല്ലതുപോലെ നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു ഇപ്പോഴത്തെ അതിന്റെ പ്രവർത്തന ശാഖകളാണ് ഈ MGM സുവിശേഷം എന്ന് പറയുന്നത്. ഇവിടെ മാത്രമല്ല, പലയിടത്തും MGM സുവിശേഷം ഉണ്ടായിരുന്നു. MGM എന്ന പേരിലാണ് നമ്മൾ സ്കൂൾസ് എല്ലാം. ഇപ്പൊ തിരുവല്ലായിൽ MGM സ്കൂളുണ്ട്, പിന്നെ കോട്ടയത്ത് MD സ്കൂളുണ്ട്. അങ്ങനെ MGM സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വലിയ ഒത്തിരി സ്കൂളുകൾ മലങ്കര സഭയ്ക്കുണ്ട്. ഇതൊക്കെ MGM എന്നുള്ള പേരിൽ മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ എന്ന പേരിൽ ഈ സ്കൂൾസ് സ്ഥാപിക്കാനിടയായും ഇതുപോലെ സംഘടന സ്ഥാപിക്കാനിടയായും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു അനിവാര്യമായി. ഇന്ന് അല്ലാതെ സഭയുടെ പേരിൽ എല്ലാം നമ്മുടെ സ്കൂൾസ് അല്ല, ഇതൊരു സെപ്പറേറ്റ് ആണ്. 10-60 സ്കൂൾസ് ഉണ്ട് ഇപ്പം നമുക്ക്.
ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒന്ന് അതിന്റെ പ്രവർത്തനത്തിലൂടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാനിത് അവതരിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത് വ്യത്യാസം വരാനുള്ള യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഈ നമ്മുടെ കുന്നംകുളം മേഖലയിൽ ഈ MGM സുവിശേഷ സംഘം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ സംഘം നിലനിൽക്കണം. സുവിശേഷം മാത്രമല്ല, ആ ഭരണഘടന ഇന്നത്തെ നമ്മുടെ നിയമങ്ങളുടെയും അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും അതിൽ എല്ലാ തലത്തിലും പങ്ക് ആരാകത്തക്ക വേണം. അതിന്റെ നിയമാവലി അല്പം സ്വല്പമൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി അത് ഇടപെടാനുള്ള അധികാരം സഭയുടെ ഭദ്രാധിപത്യത്തോട് എത്തിച്ച് കൊണ്ടുതാനും അത് ഇടപെട്ട് ഒന്നും കൂടെ ഊർജിതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ കരുതുന്നുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഇടക്കാലങ്ങളിൽ നമ്മൾ കുറെ പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അന്ന് ചിന്തിക്കാനേ നമുക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. ഒരു വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന പിന്നെ മക്കളും കൊച്ചുമക്കളും എന്ന സങ്കല്പമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. എന്നാൽ ഇടവകയുടെ പല ഇടവകൾ എന്നുള്ള സങ്കല്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അതുകൊണ്ടൊക്കെ ഇടവകൾ വളരുകയും ചെയ്യും. ഓരോ ഇടവകളും അവരവരുടേതായ നിലയിൽ വളർന്നു. എന്നാലും ഈ ആത്മീയ പ്രവർത്തനത്തിന് ഒരുമിച്ച് നിന്ന് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ആ ഭരണഘടന ഒന്ന് വ്യത്യാസപ്പെടുത്തി കാര്യം മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നല്ലതുപോലെ നിങ്ങൾ ഓർക്കുക. ദൈവത്തെ മറന്ന് ജീവിക്കാൻ നമുക്ക് ഒരിക്കലും ഇടയാകരുത്. പ്രകൃതി ദുരന്തങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധികൾക്ക് വൈദ്യമില്ലാത്ത മരുന്നില്ലാത്ത പകർച്ചവ്യാധികൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യനെ എല്ലാ വിധത്തിലും മൃഗങ്ങളെ പോലെ പീഡിപ്പിക്കുകയും അതുപോലെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവ സാന്നിധ്യ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ബദരീനാഥിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു പോയത്? അവിടെയുള്ള ഭൂപ്രദേശത്തിനൊത്തവണ്ണമുള്ള നിർമ്മാണങ്ങളല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതി ആ വിധത്തിൽ പകരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ മരുന്നുകളും വൈദ്യം ചെയ്താലും മനുഷ്യൻ മരിച്ചു പോകുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്? ഇവിടെ അതുപോലെ മാലിന്യങ്ങളും അതുപോലെ വിഷം കലർന്ന ഭക്ഷണങ്ങളും വായു വെള്ളം എല്ലാം വിഷമുള്ളത് ആയി അതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് രോഗങ്ങൾ പോലും നമുക്ക് യാതൊരു വിധത്തിലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു പശ്ചാത്തലമല്ല. എല്ലാ തലങ്ങളിലും രോഗാവസ്ഥയില്, പ്രകൃതിക്ഷോഭങ്ങളില്, അതുപോലെ തന്നെ ഇപ്പോഴ് എന്താ പറയുന്നത്, ഈ സ്ത്രീപീഡനം, അഴിമതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മറയുമില്ലാതെയാണ് ഇതെല്ലാം ഇന്ന് ഇങ്ങനെ ലോകത്തിൽ അരങ്ങേറുകയാണ്. അത് കേൾക്കാൻ കുറെ ആള്, എഴുതാൻ കുറെ മാധ്യമങ്ങൾ. ഇങ്ങനെ നമ്മുടെ മൊത്തം നമ്മുടെ അസ്തിത്വം, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലേക്ക് ആയി പോകുന്നുണ്ടോ എന്ന് സംശയം. ദൈവം 2000 വർഷം ഈ സഭയെ നിലനിർത്തിയപ്പോൾ ഇനിയും നിലനിർത്തുന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രാർത്ഥനയിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കുക തന്നെ വേണം. 2 മെത്രാപ്പൊലീത്തന്മാരെ ശരിയായി നിന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ കഴുത്തറച്ചു എന്നാണ് രഹസ്യമായി കേൾക്കുന്നത്. പരസ്യമായ ആ വാർത്ത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. WCG ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ടിട്ടോ ഒന്നും പരിഹാരമില്ല. അങ്ങനെയാണ് ലോകം മുന്നേറി പോകുന്നത്. അതുപോലെയുള്ള വർഗീയവാദങ്ങൾ ഒക്കെ ശക്തമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്. 2% ആളുകളാണ് ക്രൈസ്തവർ ഈ ഭാരതത്തിൽ ഉള്ളൂ. കേരളത്തിൽ മാത്രമാണ് നമുക്ക് അല്പസ്വല്പം പേര് കാണുന്നത്. ഈ ക്രൈസ്തവർ മുഴുവനും ഉന്മൂലനം ചെയ്യണമെന്ന് കുറെ ആളുകൾ വിചാരിച്ചാൽ അതൊക്കെ വളരെ ഈസിയാണ്. അങ്ങനെയുള്ള പല അപകടങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. കാരണം അധികാരം നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടമാണ്. അതൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ഒട്ടും നഷ്ടപ്പെടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ആശ്രയിക്കുകയല്ലാതെ ഇപ്പൊ നമുക്ക് വിചാരമുണ്ട് നമ്മളിവിടെ സുരക്ഷിതരാണെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഭാരതത്തിൽ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ക്രിസ്ത്യൻസ്. 2 വിഭാഗങ്ങളാണ്
ഈ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നത്. ഒന്ന് പാഴ്സികളാണ്, രണ്ട് സിറിയൻ ക്രിസ്ത്യൻസാണ്. ഓരോ വർഷവും അവിടെ നിന്ന് കീഴോട്ട് പോവുകയാണ്. ഒരിക്കലും നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിച്ചു കാണുകയില്ല. 25 കൊല്ലം മുമ്പുണ്ടായിരുന്ന നമ്മുടെ സെൻസസിലെ നമ്മുടെ ആകെയുള്ള സംഖ്യയും ഇപ്പോഴും എടുത്തു നോക്കിക്കോ, ഒരു വ്യത്യാസമല്ല, വേണ്ടി അല്പം കുറവായിരിക്കും. കാരണം ആ വിധത്തിലാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ പോയാൽ 100 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കാലഘട്ടത്തിലൊന്നും അപകടങ്ങളൊന്നും ഉണ്ടാകുകയില്ലായിരിക്കാം. ഇവിടെ മതേതരത്വമുണ്ട്, ഇവിടെ എല്ലാ മതങ്ങൾക്കും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതൊക്കെ എത്ര കാലം നമുക്ക് അനുഭവിക്കാൻ ഒക്കുമെന്നുള്ളത് ഒന്നും പ്രവചിക്കാൻ ഒക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിയുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, പരമാവധി നന്മ ചെയ്യുക, പരസ്പര സ്നേഹത്തിൽ ഇടപെടുകയും ജീവിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള സനാതന മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ MGM സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.